അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം അത് നമ്മുടെ മക്കളാണ്. ഭാവിയെക്കുറിച്ച്, നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു രക്ഷിതാക്കളും തന്നെ ഉണ്ടാവുകയില്ല. അവരുടെ ഭാവി ഭാസുരമാകാനാണ് ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്. ഒരുപാട് രക്ഷിതാക്കൾ മക്കൾ നല്ലവരാവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിച്ച ചില ആത്മീയ വഴികളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു കാര്യമാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾ 1-ാമത്തെ വയസ്സ് മുതൽ 7 വയസ്സ് വരെ നമ്മുടെ കുട്ടികളെ നമ്മൾ കളിച്ച് രസിച്ചുകൊണ്ടാണ് നമ്മൾ വളർത്തേണ്ടത്. കുട്ടികളുടെ കൂടെ കളിക്കാനുള്ള ഒരു മനോഭാവം രക്ഷിതാക്കൾ ഉണ്ടാക്കിയെടുക്കണം. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നമ്മുടെ കുട്ടികളെ നമ്മൾ ആ കളിയോട് കൂടെ നമ്മൾ അദബും അതുപോലെ തന്നെ അറിവും നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സന്ദർഭമായിരിക്കണം. ദീനീപരമായിട്ടുള്ള ബോധം നമ്മുടെ കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കത്തിൽ നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒടുക്കവും അതുപോലെ തന്നെയായിരിക്കും. അടുത്ത 7 വർഷം, അതായത് 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ നമ്മുടെ കുട്ടികൾക്കിടയിൽ നമ്മളൊരു കൂട്ടുകാരനായിരിക്കണം. അതാണ് ഏറ്റവും വലിയ ഒരു സന്ദേശം കുട്ടികൾക്ക് നന്മയുടെ പക്ഷത്ത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഒരു കൂട്ടുകാരനെ പോലെ രക്ഷിതാക്കൾ കുട്ടികൾക്കിടയിൽ നിൽക്കുമ്പോൾ, അത് നന്മയുടെ ചിന്തയോടെ നിൽക്കുമ്പോൾ, ആ കുട്ടിയിൽ നല്ല മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. പള്ളികൾ അടുത്തുള്ള സമയത്ത് നമ്മളൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക, അതുപോലെ തന്നെ നിസ്കാരം നമ്മൾ ശീലിപ്പിക്കുക. ഇതൊക്കെ അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന്, സ്വയം നമ്മൾ ആദ്യം നന്നാവുക എന്നതാണ്. നന്മയുടെ പക്ഷത്ത് ആദ്യം രക്ഷിതാക്കൾ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. രക്ഷിതാക്കളെയാണ് നമ്മുടെ കുട്ടികൾ കണ്ടുപഠിക്കുന്നത്. ആ ഒരു ചിന്ത എപ്പോഴും ഓരോ രക്ഷിതാവിൻ്റെ മനസ്സിലും ഉണ്ടായിരിക്കണം. ഒരു ആത്മീയമായ ഒറ്റമൂല്യം മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിൻ്റെ ശേഷം 1001 തവണ യാ വദൂദ് എന്ന ദിക്ർ ഒരു മധുരമുള്ള ഒരു വസ്തുവിലേക്ക് ചൊല്ലി ഊതുകയും അത് ആ കുട്ടിക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യുക. ഓരോ ആഴ്ചയും ഇത് തുടർന്നാൽ കുട്ടിയിൽ നല്ല മാറ്റങ്ങൾ സ്വഭാവത്തിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലൊക്കെ നന്മയാർന്ന നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാന്മാർ നമ്മെ പഠിപ്പിച്ച ഒരാത്മീയമായ സന്ദേശമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും ഉപകാരമുള്ള മക്കളിൽ നമ്മുടെ മക്കളെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.